ഹലോ ഗേയ്സ് സ്പോർട് ഡോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ SA2 ഇ സ്പോർട്സ് വേൾഡ് കപ്പിലേക്കുള്ള അടുത്ത ഗെയിമിന്റെ ലൈനപ്പും കൂടിയും അനൗൺസ് ചെയ്തിരിക്കുകയാണ്. കോൾ ഓഫ് ഡ്യൂട്ടിയിലെ വാർസോൺ ലൈനപ്പിനെയാണ് നമ്മൾ SA2 അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗെയിമിലൊന്നും ഇന്ത്യയിൽ കോമ്പറ്റേറ്റീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സ് ലെവലിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവലിലെ പ്ലേയേഴ്സിനെ തന്നെയാണ് SA2 അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഗെയിംസുകളിലായിട്ട് അവരുടെ ലൈനപ്പ് അനൗൺസ് ചെയ്യാനുണ്ട്. അത് വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്തസ്റ്റ് സ്പോർട്സിന്റെ ചിൽസ് കപ്പ് 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന BGMI വേണ്ടിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിൻ്റെ ഡേ 1 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോബോട്ട്സിൻ്റെ ഒരു ഡോമിനേഷൻ തന്നെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. 2 ചിക്കണിനോടുകൂടി 84 പോയിൻ്റായിട്ട് ഓട്ടോബോട്ട്സിൻ്റെ ആ ഒരു പുതിയ ലൈനപ്പ് ആ ഒരു പോസ്റ്റ് ടോപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് ടീം ആദ്യം നിൽക്കുന്നുണ്ട് 49 പോയിൻ്റ്. തേർഡ് ട്രോയ് തമിഴ്സ് നിൽക്കുന്നുണ്ട് 48 പോയിൻ്റായിട്ട്. ഇതിൻ്റെ ഫൈനൽസിലേക്ക് സോളും ഗോഡലും ഒന്നും ക്വാളിഫൈ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു മാച്ചുകൾ നിങ്ങൾക്ക് അപ്തസ്റ്റിൻ്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഡസ് പറഞ്ഞ പുതിയ ഗെയിമിൻ്റെ ഇൻഡസ് ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് മെയ് 18 ലാൻഡ് ഫൈനൽസ് ആയിട്ട് നടക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഈ ഒരു വാർ സിറ്റുവേഷനെ കൊണ്ട് തന്നെ പ്ലേയേഴ്സിൻ്റെയും എല്ലാവരുടെയും സെക്യൂരിറ്റി മുൻഗണനയിൽ എടുത്തുകൊണ്ട് ആ ഒരു ലാൻ ഇവൻറ്റ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഇനി എന്നായിരിക്കും ആ ഒരു ലാൻ ഇവൻറ്റ് നടക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ നമ്മളെ സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ലോവർ ബ്രാക്കറ്റ് മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ലോവർ ബ്രാക്കറ്റ് മത്സരങ്ങൾ ഓഫ് സ്ട്രീം ആയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളെ RNTX ആ ഒരു ആഷ് 1 പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 44 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 5ാം സ്ഥാനത്തു നിന്നാണ് ആഷ് 1ലേക്ക് എത്തിയിട്ടുള്ളത്. 130 ടോട്ടൽ പോയിന്റ്സ് അവർ സ്വന്തമാക്കി. ലൈനപ്പിൽ ചേഞ്ചസും ആയിട്ടാണ് RNTX ഇത്തവണ വന്നിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ദ ഒഫീഷ്യൽ ചാമ്പ്യന്മാർ VST നിൽക്കുന്നുണ്ട് 128 പോയിന്റോടെ. തേർഡ് ഒറിജിനൽ ഗാങ്സ്റ്റർ നിൽക്കുന്നുണ്ട് 123 പോയിന്റോടെ. 4ാം സ്ഥാനത്ത് നമ്മളെ മല്ലു ഓർഗയുള്ള റൈവർലി NRI നിൽക്കുന്നുണ്ട് 123 പോയിന്റായിട്ട്. നമ്മളെ മലയാളി പ്ലെയറായുള്ള മോൺസ്റ്റർ ഈ ഒരു ലൈനപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ OMXലും കാലിപ്സോനിലൊക്കെ കളിച്ചതിന് ശേഷമാണ് മോൺസ്റ്റർ ഇപ്പോൾ ഈ ഒരു NRIയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ ബ്ലൈൻഡ് LHSും ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം 10ാം സ്ഥാനത്തായിരുന്നു ഡേ 2 അവസാനിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഡേ 3 നല്ലൊരു തുടക്കം തന്നെ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഫസ്റ്റ് മാച്ചിൽ തന്നെ ആ ഒരു സെക്കൻഡ് പൊസിഷനിൽ 10 ഫിനിഷേഴ്സോട് കൂടിയിട്ട് ടീം പെർഫോം ചെയ്തു. പിന്നെയുള്ള മാച്ചിൽ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള 4 മാച്ചുകൾ വലിയ ലെവലിലുള്ള പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. വെറും 35 പോയിന്റാണ് ഇന്നലത്തെ 6 മാച്ചുകൾ സ്വന്തമാക്കിയത്. ആ ഒരു ചിക്കൻ ഡിന്നറും സെക്കൻഡ് പൊസിഷൻ മാച്ച് അങ്ങനെ ആ 2 മാച്ച് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 മാച്ചുകളിൽ വലിയ ലെവലിലുള്ള പെർഫോമൻസ് ടീമിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ 16 പോയിന്റിന് ഡിഫറൻസിൽ ഇതിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവാതെ നമ്മളെ ബ്ലൈൻഡ് LHS ഈ ഒരു ഇവൻറ്റിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. 95 പോയിന്റോടുകൂടി 10ാം സ്ഥാനത്താണ് ടീം ഫിനിഷ് ചെയ്ത്. നമ്മൾ LHSൻ്റെ കൂടെ തന്നെ നമ്മളെ K9, റെക്കനിങ്, മിത്ത് ഒഫീഷ്യൽസ് തുടങ്ങിയുള്ള ടീമുകളും പുറത്തായിട്ടുണ്ട്. അവർക്കും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചിട്ടില്ല. ടോപ്പ് 8 ടീമുകളാണ് ഇതിൽ നിന്നും ലാസ്റ്റ് ചാൻസ് ക്വാളിഫയേഴ്സിലേക്ക് ക്വാളിഫൈ ആയുള്ള ബാക്കിയുള്ള 8 ടീമുകൾ ഈ ഒരു ഇവൻറ്റിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ആൻഡ് ബ്ലൈൻഡ് LHS എന്ന് പറഞ്ഞാൽ ആ ഒരു കൊളാബ് ഈ ഒരു ഇവൻറ്റിന് വേണ്ടി മാത്രമായിരുന്നു. ഇനി വരുന്ന ഇവൻറ്റുകളൊന്നും ഇങ്ങനത്തെ ഈ ഒരു കൊളാബ് ഉണ്ടാവുന്നതായിരിക്കില്ല. എൻ്റെ അപ്പർ ബ്രാക്കറ്റ് മത്സരങ്ങൾ നമുക്ക് ഇന്നലെ ലൈവായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേ ഉണ്ടായിരുന്നത്. വസിഷ്ഠ സ്പോർട്സിൻ്റെ ഒരു ഡോമിനേഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു അപ്പർ ബ്രാക്കറ്റ് മത്സരത്തിൽ കാണാനായിട്ട് സാധിച്ചത്. 229 ടോട്ടൽ പോയിന്റ്സുമായിട്ട് ആഷ് 1 ടീം നിൽക്കുന്നത്. 200 മുകളിൽ പോയിന്റ് എടുത്ത ഏക ടീമും വസിഷ്ഠ സ്പോർട്സ് തന്നെയാണ്. സെക്കൻഡ് നമ്മൾ ജെല്ലിയുടെ ട്രൂ റിപ്പേഴ്സ് എത്തിയിരിക്കുകയാണ് 160 പോയിന്റോടെ. തേർഡ് LAFP എത്തി 156 പോയിന്റുമായിട്ട്. 8ാം സ്ഥാനത്താണ് ഓട്ടോബോട്ട്സ് ഫിനിഷ് ചെയ്തത്. ആ ലാസ്റ്റ് മാച്ചിലെ ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമായിക്കൊണ്ടാണ് ഓട്ടോബോട്ട്സ് അവരുടെ ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തി 136 പോയിന്റ് സ്വന്തമാക്കി. 9ാം സ്ഥാനത്ത് വെനം, നമ്മളെ സാരക്സ് കളിക്കുന്ന വെനം ഗെയിമിംഗ് എത്തി 134 പോയിന്റ്. 10ാം സ്ഥാനത്ത് സോളും 16ാം സ്ഥാനത്ത് ഗോളിലേക്കും. സോളിനും ഗോളിലേക്കിനും ഡയറക്റ്റ് ആ ഒരു ഫൈനൽസിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. നിങ്ങൾക്ക് ആലോചിക്കുക, സോളിലൊക്കെ ഗോബ്ലിനും പുതിയ പ്ലെയറൊക്കെ വന്നതിന് ശേഷം ആ ഒരു പെർഫോമൻസിൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇതിൽ നിന്ന് ടോപ്പ് 8 ടീമുകൾ ഡയറക്റ്റ് ആ ഒരു ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. ലാൻഡ് ഫൈനൽസ് ആയിട്ട് നടത്താനിരിക്കുകയായിരുന്നു അതും ഈ ഒരു കറണ്ട് ഇന്ത്യയുടെ സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് ആ ഒരു ലാൻഡ് ഫൈനൽസ് ഒഴിവാക്കി ഓൺലൈനായിട്ട് തന്നെയാണ് ഈ ഒരു ഫൈനൽസ് നടത്താനിരിക്കുന്നത്. എന്തായാലും ടോപ്പ് 8 ടീമുകൾ ഡയറക്റ്റ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയി. ബാക്കിയുള്ള ബോട്ടം 8 ടീമുകൾ പുറത്താവുന്നില്ല. അവർക്ക് ലാസ്റ്റ് ചാൻസ് ക്വാളിഫയേഴ്സ് കളിക്കാനുള്ള ഒരു അവസരം കൂടി വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ടോപ്പ് റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വസിഷ്ഠ സ്പോർട്സിലെ ഫ്യൂരിയാണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന 44 ഫിനിഷേഴ്സായിട്ട്. വേറെ ലെവൽ പെർഫോമൻസ് ആണ് വസിഷ്ഠയ്ക്ക് വേണ്ടി ഫ്യൂരി കാഴ്ചവെക്കുന്നത്. ലാസ്റ്റ് ചാൻസ് ക്വാളിഫയേഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് മുതൽ 13ാം തീയതി വരെ 4 ദിവസമാണ് ലാസ്റ്റ് ചാൻസ് ക്വാളിഫയേഴ്സ് ഉള്ളത്. അതിൽ നിന്നും
8 ടീമുകളാണ് ബാക്കി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുന്നത്. പിന്നീട് ഫൈനൽസ് 15 മുതൽ 18 വരെ 4 ദിവസം ഫൈനൽസ് ഉണ്ടാവും. ആദ്യം 2 ദിവസമായിരുന്നു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ 4 ദിവസത്തേക്ക് ആക്കിയിട്ടുണ്ട് ഫൈനൽസ് എന്നുള്ളത്. ആൻഡ് ഈ ഒരു അനൗൺസ്മെൻറ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് കുറച്ച് കോൺട്രവേഴ്സികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെക്ടർ ബ്രോഡ്കാസ്റ്റിലൂടെ സ്കൈ സ്പോർട്സിനെതിരെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 90ഓളം മാച്ചുകൾ ഇപ്പം തന്നെ ഞങ്ങൾ കളിച്ചു കഴിഞ്ഞു. പ്രൈസ് പൂളാണെങ്കിൽ 15 ലക്ഷത്തേക്ക് കുറച്ചിരിക്കുകയാണ്. ആൾറെഡി അവർ 50 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 15 ലക്ഷത്തേക്ക് കുറച്ചിട്ട് അതും 90 മാച്ചുകൾ ഇപ്പം തന്നെ കളിച്ചു. ഇനിയും ഒരുപാട് മാച്ചുകൾ കളിക്കാനിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവൻ്റ് 1 കോടി രൂപയ്ക്കാണ്. അതുകൊണ്ടാണ് ഇതിൽ പ്രൈസ് പൂൾ കുറച്ചതെന്നാണ് സ്കൈ സ്പോർട്സ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം തന്നെ 40ഓളം സ്ട്രീമുകൾ അവിടെ നടത്തി. ആ ഒരു സ്ട്രീമിൽ സ്പോൺസർഷിപ്പും ആഡ്സെൻസും അങ്ങനത്തെ ഇതിലൊക്കെ അത്യാവശ്യം റവന്യൂ അവർ ഏൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ പ്രൈസ് പൂൾ അത് കൂട്ടുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ലാൻ ഇവൻറ്റിലേക്ക് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഹോട്ടൽ ആൾറെഡി ബുക്ക് ചെയ്തു, ക്യാൻസൽ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും ഫ്ലൈറ്റ് ടിക്കറ്റ് അതേപോലെ ലാനിലുള്ള ആ ഒരു പ്ലേസിനുള്ള റെൻ്റ് അതൊക്കെ പാടെ കൂട്ടിക്കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരും. അതെങ്കിലും ഈ ഒരു പ്രൈസ് പൂളിലേക്ക് ആഡ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഹെക്ടറിൻ്റെ ആ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഡെസ്ട്രോയുടെ മെസ്സേജ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. ഏകദേശം 148ഓളം മത്സരങ്ങളാണ് ഇതിൽ വരുന്നത്. എന്നിട്ട് വെറും 15 ലക്ഷം രൂപ മാത്രമേ പ്രൈസ് പൂളായിട്ട് വരുന്നുള്ളൂ. BGIസിൽ വരെ ആൾമോസ്റ്റ് 80 മാച്ചുകളേ ഉള്ളൂ. അവിടെ 3 കോടി രൂപ പ്രൈസ് പൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓവർ മാച്ച് നിങ്ങൾക്കറിയാം 4 ദിവസമാണ്, ഏകദേശം 24 മാച്ചുകൾ ഒറ്റ റൗണ്ടിൽ തന്നെ വരുന്നുണ്ട്. അതിനെതിരെ ഇപ്പോൾ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി പ്രൈസ് പൂൾ ഇവർ ഇൻക്രീസ് ചെയ്യുമോ ഇല്ലയെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ എപ്പോഴും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരെ ബൈ ഗൈസ്.